അങ്ങനെ ബിഗ് ബോസുകളുടെ ഒരു മേള തന്നെ തുടങ്ങാൻ പോവാണ്. 5 ലാംഗ്വേജസിലായി ബിഗ് ബോസ് വരാൻ പോവാണ്. മലയാളം ബിഗ് ബോസ് മാത്രമേ തീർന്നിട്ടുള്ളൂ. തമിഴ് ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, അങ്ങനെ 5 ഭാഷകളിലാണ് ബിഗ് ബോസ് വരാൻ പോകുന്നത്. എൻ്റെ പൊന്നെ, അൾട്ടിമേറ്റ് അത് ഇത്തിരി പറയാനുണ്ട്. അൾട്ടിമേറ്റിന്റെ കാര്യം എന്തായാലും ബിഗ് ബോസിന്റെ പൊടി പൂരമായിരിക്കും ഇനി അങ്ങോട്ടുള്ള 3-4 മാസങ്ങൾ. ബിഗ് ബോസ് ഫാൻസ്, അതായത് ബിഗ് ബോസിന്റെ എല്ലാ ലാംഗ്വേജസും കാണുന്നവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ലെവലിലാണ്. കാരണം എല്ലാ ഭാഷകളിലും ബിഗ് ബോസ് ഉണ്ടല്ലോ. എന്താണ് അപ്ഡേറ്റുകൾ? കുറച്ച് ഹാപ്പി ന്യൂസസും ഷെയർ ചെയ്യാനുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാണ്. ദിസ് ഈസ് അവർ ന്യൂ ക്യാമറ, സോണി CV-E10. അതെ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ അവസാനിച്ച് നിങ്ങളൊക്കെ ഒത്തിരി പേരുടെ വീഡിയോ കണ്ടു, സപ്പോർട്ട് ചെയ്ത്. അതിൻ്റെയൊക്കെ അവസാനത്തിൽ അതിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു പ്രതിഫലമായിട്ട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞൊരു ക്യാമറയാണിത്, സോണി CV-E10. ഏതാണ്ട് ഒരു 80,000 സംതിങ് എല്ലാം കൂടി ആയി. ക്യാമറ, മൈക്ക്, അതിൻ്റെ അത് ഇത് മറ്റത് മറിച്ചത്, അങ്ങനെ എല്ലാം കൂടി അത്രയായി. ഞാനും നമ്മുടെ സിജോ ബ്രോയും കൂടെ പോയിട്ടായിരുന്നു കോട്ടയത്ത് പോയിട്ട് സാധനമൊക്കെ പർച്ചേസ് ചെയ്തത്. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് സിജോ ബ്രോയുടെ ക്യാമറയിലായിരുന്നു. സിജോ ബ്രോ എനിക്ക് ക്യാമറ തന്നിട്ടാണ് ബിഗ് ബോസിലോട്ട് പോയത്. അപ്പം ആ ക്യാമറയിലായിരുന്നു ഇത്രയും ദിവസം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ക്യാമറ ഈ മൈക്കൊക്കെ സിജോ ബ്രോന്റെ മൈക്കാണ്. അപ്പോൾ എൻ്റെ മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ട് അവിടെ സിജോ ബ്രോന് കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ആലപ്പുഴയ്ക്ക് സിജോ ബ്രോയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് എൻ്റെ മൈക്ക്. അപ്പം ഇതിപ്പോൾ സിജോ ബ്രോയുടെ മൈക്കാണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴേ ആ മൈക്ക് കിട്ടത്തുള്ളൂ. അതാണെങ്കിൽ 2 ഉണ്ട്. നമുക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു സാധനമാണത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വിഷയത്തിൽ നിന്ന് തന്നെ മാറണ്ട. നമ്മുടെ വിഷയം ബിഗ് ബോസ്. അതെ, ബിഗ് ബോസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ കുറച്ച് ലാംഗ്വേജസിൽ ബിഗ് ബോസ് വരാനിരിക്കുവാണ്. അപ്പൊ അതിന്റെ വിവരങ്ങൾ ആദ്യം പറയാം. ഒന്നാമത്, ഇപ്പൊ ബിഗ് ബോസ് OTT സീസൺ 3 ഹിന്ദി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10-30 ദിവസം കഴിഞ്ഞു. ബാഹർ വാല കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇപ്പൊ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അവിടെ അങ്ങ് അടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അയാൾ നോമിനേറ്റഡ് ആവൂല, ഔട്ടും ആവൂല, എന്നാൽ തോന്നിവാസം കണക്ക് പല സംഭവങ്ങളും നടക്കുകയും ചെയ്യും. എന്നാൽ കമ്പയർ ടു ഹിന്ദി ഇത് ഇത്തിരി ഒരു പാർഷ്വാലിറ്റി ഉണ്ടോ. ഈ ഒരു ബിഗ് ബോസ് ഇത്തിരി പാർഷ്വാലിറ്റി ഉണ്ട്. കാരണം ബാഹർവാല എന്ന് പറഞ്ഞ ആളെ നോമിനേറ്റ് ചെയ്താലും ആരും നോമിനേറ്റഡ് ഒന്നും ആവത്തില്ല. ഇതിനിടെ കൂടെ ഫിസിക്കൽ വയലൻസ് നടന്നു. വിശാലിനെ അർമാൻ അടിച്ചു. എന്നിട്ടും എവിക്ഷനും കാര്യങ്ങളൊന്നും അവിടെ ആയില്ല. പിന്നെ അർമാനും അർമാന്റെ 2 വൈഫും ഒക്കെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് പായൽ എവിക്റ്റ് ആയി. എന്നിട്ട് ഇപ്പൊ പായൽ അർമാനെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അതിനകത്ത് ഭയങ്കര തരംഗം സാധനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹിന്ദിയിൽ. ഓക്കെ, അപ്പൊ ഇതാണ് 10-30 ദിവസം ആയാലും ഇനി ഒരു 30 ദിവസവും കൂടി മാക്സിമം പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് OTT 3 ഹിന്ദി കാണും. ജിയോ സിനിമ പ്രീമിയത്തിലാണുള്ളത്. നിങ്ങൾക്ക് കാണാം. ലൈവ് ഉണ്ട് 24/7. എപ്പിസോഡ് 9 മണിക്ക് രാത്രി പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് OTT. ഇനി നെക്സ്റ്റ് പറയാനുള്ള സംഭവം, ബിഗ് ബോസ് മറാത്തി സീസൺ 5 വരാൻ പോവുകയാണ്. ജൂലൈ 28-ാം തീയതി വരുന്ന നെക്സ്റ്റ് വീക്കാണ് തുടങ്ങാൻ പോകുന്നത്. 9 മണിക്കാണ് തുടങ്ങുന്നത്. കളേഴ്സ് മറാത്തിയിൽ നിങ്ങൾക്ക് കാണാം. ജിയോ സിനിമ പ്രീമിയത്തിലും ഉണ്ട് ലൈവ്. പുതിയ ഹോസ്റ്റാണ് റിതേഷ് ദേശ്മുഖ് എന്ന് പറയുന്ന പുതിയ ഹോസ്റ്റാണ് ഈ പറയുന്ന ബിഗ് ബോസ് മറാത്തി സീസൺ 5 ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഈ പറയുന്ന ബിഗ് ബോസ് മറാത്തി നടക്കാൻ പോകുന്ന സീസൺ 5 നടക്കാൻ പോകുന്ന നമ്മുടെ മലയാളം സീസൺ 5 ഏത് സെറ്റിലാണ് നടന്നത്? മലയാളം സീസൺ 5 നടന്നത് മറാത്തി സെറ്റിലാണ് നടന്നത്. അതേ മറാത്തി സെറ്റിലാണ് മറാത്തി ബിഗ് ബോസിന്റെ സെറ്റാണല്ലോ മറാത്തി സെറ്റ്. അപ്പം ആ സെറ്റിലാണ് ഈ സീസൺ 5 മറാത്തിയും നടക്കാൻ പോകുന്നത്. അപ്പം എന്തെങ്കിലും മലയാളം ടച്ച് ഉണ്ടാവാനോ 1-2 വർഷമായി എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞാണ്. എന്തായാലും ചിലപ്പോൾ ഒരു ചെറിയൊരു ടച്ചൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം മറാത്തി ബിഗ് ബോസ് ജൂലൈ 28-ാം തീയതി മുതൽ തുടങ്ങും. കാണാൻ പറ്റുന്നുണ്ട്, കണ്ടുനോക്കാം. ഞാൻ എന്തായാലും വീടും കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ള മറാത്തി എനിക്ക് അറിയത്തില്ല. ഇനി അടുത്ത് ഉള്ള ഒരു സംഭവമാണ് ബിഗ് ബോസ് തെലുഗു സീസൺ 8. അതെ, ഇന്നലെ ലോഗോ വന്നു. ലോഗോ ഇന്നലെ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് തെലുഗു സീസൺ 8. നമുക്കറിയാം സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ എപ്പോഴും ലോഗോ, ഇതാണ് നമ്മുടെ ലോഗോ. ബിഗ് ബോസ് തെലുഗു സീസൺ 8ന്റെ ലോഗോ ഈ സാധനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിത് കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കുന്ന ഒരു ടോയ്സ് ഇല്ലേ, ആ ഒരു ഫീലാണ് എനിക്ക് വന്നത്. പക്ഷേ നമ്മുടെ തെലുഗുവിലെ ലോഗോയൊക്കെ വെച്ചത് ഒരു മെച്ചമാണ്. സീസൺ 7ലെ ലോഗോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിയോൺ ലൈറ്റ് പോലെ. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ മെച്ചമാണ്. പിന്നെ നാഗാർജുനയാണ് ഹോസ്റ്റ് ഇത്തവണയും. ഏതാണ്ട് സെപ്റ്റംബർ 1-ാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ 8-ാം തീയതി ഈ 2 ഡേയിൽ ഏതെങ്കിലും ഒരു ഡേ ആയിരിക്കും ലോഞ്ച്. സാധാരണ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലാണ് എപ്പോഴും ലോഞ്ച് വരുന്നത്. സെപ്റ്റംബർ 1-ലോ സെപ്റ്റംബർ 8-ലോ ഈ 2 ഡേറ്റിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഗ്രാൻഡ് ലോഞ്ച് വരുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ ഒരു ഗസ് പറയുന്നതാണ് സംഭവം. പിന്നെ അടുത്തുള്ളൊരു സാധനമാണ്
ബിഗ് ബോസ് തമിഴ് സീസൺ 8 ബിഗ് ബോസ് തമിഴ് സീസൺ 8ന്റെ ലോഗോ ഏതാണ്ട് ഇനി ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ ലോഗോ വരും. ഞാൻ അറിഞ്ഞത് ഒക്ടോബർ 6-ാം തീയതിയാണ് ഗ്രാൻഡ് ലോഞ്ച് എന്നാണ്. അതിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, അവസാന ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കമൽഹാസൻ സാർ തന്നെയാണ് ഇത്തവണ ഹോസ്റ്റ്, നമ്മുടെ കമലണ്ണൻ തന്നെയാണ് ഇത്തവണത്തെ നമ്മുടെ ഹോസ്റ്റ്. അപ്പോൾ തമിഴിന്റെയും ഓഡീഷനും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ ലോഗോ വരും. തമിഴിന്റെ ലോഗോ ഇപ്പോൾ കഴിഞ്ഞ ഇയർ പൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു, ഒരു മലയാളം ടച്ചൊക്കെ വന്നു. അപ്പോൾ ഇത്തവണ അങ്ങനെ ആണെങ്കിൽ പൊളിച്ചേനെ, അത് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത് വരാനിരിക്കുന്ന ഒരു ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് കന്നഡ. ബിഗ് ബോസ് കന്നഡ സാധാരണ ഓരോ വർഷവും ഓരോ മാസങ്ങളിലാണ് തുടങ്ങുന്നത്. ചിലപ്പോൾ ഒക്ടോബർ, ചിലപ്പോൾ ഫെബ്രുവരി, ഒരു ബന്ധവും കാണാത്ത ലെവലിലാണ് ബിഗ് ബോസ് കന്നഡ സാധാരണ തുടങ്ങുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ തവണ ഒക്ടോബർ 2nd വീക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണയും ഒക്ടോബർ 2nd വീക്കോ ഫസ്റ്റ് വീക്കൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് കന്നഡയുടെ ലോഗോയും ഒരു 2-3 ആഴ്ചക്കകത്ത് തന്നെ അതും വരും. കിച്ച സുദീപാണ് അതിന്റെ ഹോസ്റ്റ്. സീസൺ 11 ബിഗ് ബോസ് സീസൺ 11 ആണ് കന്നഡ. ഓക്കെ, അതിന്റെ OTT കാര്യങ്ങളൊക്കെ ഇത്തവണ ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ OTT ഒക്കെ ഉണ്ടായിരുന്നു, അത് സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ 2 OTT എന്തോ കഴിഞ്ഞു നമ്മുടെ കന്നഡയിലും. അപ്പൊ അങ്ങനെയാണ് ബിഗ് ബോസ് കന്നഡ. ഇനി ബിഗ് ബോസ് ഹിന്ദി സീസൺ 18, അതെ 18ാമത്തെ സീസണാണ്. കഴിഞ്ഞ ഇയർ ഒക്ടോബർ 15 ആ ഒരു ഡേറ്റിനാണ് തുടങ്ങിയത്. ഇത്തവണയും ഒക്ടോബർ 10, 20 അതിനകത്ത് തന്നെ വരും. OTT തീർന്ന ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഈ മെയിൻ സീസണിങ് എത്തും. എങ്ങനെ ഇത്തവണ ആർക്കൊക്കെ എന്താ ഈ പറഞ്ഞ പാർഷ്വാലിറ്റിയെ കാണിക്കുന്ന ഓഡീഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. സാധനം അതിൻ്റെയും ഓഡീഷൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഹിന്ദി സീസൺ OTT നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരാനിരിക്കുന്ന 5 ഭാഷകളിലെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ്. ബിഗ് ബോസ് മറാത്തി, ബിഗ് ബോസ് തെലുഗു, ബിഗ് ബോസ് തമിഴ്, ബിഗ് ബോസ് ഹിന്ദി, ബിഗ് ബോസ് കന്നഡ. ഓക്കെ, നമ്മുടെ ബിഗ് ബോസ് മലയാളം ഇനി നെക്സ്റ്റ് ഫെബ്രുവരി, മാർച്ച് അപ്പോഴൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പോഴേ വെറുതെ അപ്ഡേറ്റ് എന്ന് വിട്ട് വെറുതെ ലാഗടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടാത്തത്. മനസ്സിലായില്ലേ? മലയാളം ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊക്കെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ് ഒക്കെ ആയിട്ട് ഒരു മാസം കൂടെ കഴിയുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ ലിസ്റ്റ് ഒക്കെ പറഞ്ഞു തുടങ്ങാം. ഇന്ന ആൾക്കാർ വരുമായിരിക്കാം, ഇന്ന ആൾക്കാർ വന്നാൽ കൊള്ളാമായിരുന്നു. ഇപ്പം നിങ്ങളുടെ സജഷൻസും എൻ്റെ സജഷൻസ് ഒക്കെ നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഒരു വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളം എന്താണ്? ഇല്ല, അൾട്ടിമേറ്റ് മലയാളം ഇല്ല. അടുത്ത തവണ നമുക്ക് നോക്കാം, ഒരു ഉറപ്പും ഇല്ല, നമുക്ക് നോക്കാം. ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. നമുക്ക് നോക്കാം ബിഗ് ബോസ് ബിഗ് ബോസ് അൾട്ടിമേറ്റ് മലയാളം വരുമോന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേ. നമ്മൾ കാണാൻ കൊതിച്ചിരുന്ന സാധനമാണ്. എന്തായാലും ഇത്തവണ അൾട്ടിമേറ്റ് മലയാളം ഒന്നും ഒരു പുല്ലും ഇല്ല. ഓക്കെ, ആ സാധനം ഇത്തവണയും ഇല്ല. ഇനി നിങ്ങൾ ഏത് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? മലയാളം ബിഗ് ബോസ് ഓക്കെ, അതൊക്കെ പുറമേ ആയിട്ട് നിങ്ങൾ ഏത് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ വെയിറ്റ് ചെയ്യുന്നത് തമിഴ് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ്. കാരണം തമിഴ് എന്ന് പറയുമ്പോൾ ഓരോ തവണയും തീം എടുത്ത് ചെയ്യുന്ന സാധനമാണ് തമിഴ്. ഈ കഴിഞ്ഞ സീസൺ 7 ആണെങ്കിൽ 2-1 പാത്രല്ല എന്ന് പറഞ്ഞ് 2 വീട് കൺസെപ്റ്റ്. ഇറ്റ്സ് എന്താ അത് ഗുഡ് ഓർ ബാഡ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ഓർ ഹിറ്റ്, ദാറ്റ്സ് ദ സെക്കൻഡ്, രണ്ടാമത്തെ ഒരു കാര്യമാണ്. പക്ഷേ ഒരു പുതിയൊരു സാധനം വെറൈറ്റി കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്നത് തമിഴ് ബിഗ് ബോസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സീസൺ 6 അവർ അനിമൽസിന്റെ ഒരു സെറ്റപ്പ് പോലെയൊക്കെയാണ് പ്രൊമോയും കാര്യങ്ങൾ, അനിമൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും വെറൈറ്റി പിടിക്കാൻ നോക്കുന്ന ഒരു ബിഗ് ബോസ് തമിഴ് ബിഗ് ബോസ് ആണ്. അപ്പോൾ ഇത്തവണ എന്ത് വെറൈറ്റി ആയിരിക്കും പിടിക്കാൻ നോക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ടൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. നമ്മുടെ മലയാളം സെറ്റിൽ തന്നെയാണ് അത് നടക്കുന്നത്. ഇപ്പം നമ്മുടെ മലയാളം സീസൺ 6 കഴിഞ്ഞില്ലേ, ആ സെറ്റിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം ഇതാണ് ഇപ്പം നിലവിലെ അറിയുന്ന അപ്ഡേറ്റുകൾ. ഞാൻ തമിഴ് ബിഗ് ബോസിലാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ മറാത്തിയുടെ വീട് കാണാൻ ചെറിയൊരു വെയിറ്റ് ചെയ്യും. വീട് ഞാൻ എല്ലാത്തിൻ്റെ വീട് ഇരുന്ന് കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് അറിയാലോ ഹിന്ദി വീടാണ്. ഹിന്ദി കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് വേറെ ഏതും. ഹിന്ദിയാണ് സെറ്റപ്പ് സാധനം, ബാക്കിയൊക്കെ അതൊക്കെ പുറമേ വരുള്ളൂ. അപ്പം നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ബിഗ് ബോസ് ഏതാണ്, എന്തുകൊണ്ടാണ്, ഇനി എന്ത് കാണാനാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ടാണ്. ഞാൻ ഹിന്ദി OTTയുടെ അപ്ഡേറ്റുകൾ ഇടാത്തതിന്റെ കാരണം എന്താണെന്ന് പറയട്ടെ. എനിക്ക് ഒന്നാമത്തെ കാര്യം നേരമില്ല. രണ്ടാമത്തെ കാര്യം ഇടുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബേഴ്സിന് ഒരു മനുഷ്യർക്ക് ഇഷ്ടമല്ല ഹിന്ദി. ഞാൻ ഇത്തിരിയെങ്കിലും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഹിന്ദി ആർക്കും കണ്ണെടുത്ത് കഴിഞ്ഞാൽ കണ്ടുകൂടാ ഹിന്ദി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹിന്ദിയുടെ കാര്യം പറഞ്ഞു. പക്ഷെ തമിഴ് കഴിഞ്ഞ തവണ ഞാൻ ചെയ്തിരുന്നു, 105 ദിവസം ചെയ്തു. ഇത്തവണ ഞാൻ 106 ദിവസവും ഞാൻ ചെയ്യും. തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. ഇപ്പം എനിക്ക് സംസാരിക്കാൻ അറിയാം തമിഴ്. പിന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എനിക്ക് എഴുതാനും വായിക്കാനാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് തമിഴിൻ്റെ സീസൺ 5 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഹോട്ട്സ്റ്റാറിൽ നിന്ന് പോകും. അതുവരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. പുതിയ സീസൺ വരുമ്പോഴത്തേക്കും പഴയ സീസൺ ഒരെണ്ണം അവരങ്ങ് കട്ടെ. അപ്പോൾ സീസൺ 5 ഹോട്ട്സ്റ്റാറിലുണ്ട്, പോയി കണ്ടു നോക്കാം. ഞാൻ സീസൺ 7 മുതലാണ് കണ്ടു തുടങ്ങി. സീസൺ 5 കാണാൻ നോക്കുന്നുണ്ട്, സമയം ഒട്ടും കിട്ടുന്നില്ല. പിന്നെ പഠിത്തവും കാര്യവും കോളേജും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളുണ്ട്, വ്ളോഗുകളുണ്ട്, നമ്മുടെ ക്യാമറയുടെ അൺബോക്സിങ്ങുകളുണ്ട്, അതെല്ലാം വരും.
അപ്പം വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ് ദ സപ്പോർട്ടേഴ്സ് ഓഫ് മൈ ചാനൽ ആൻഡ് ഓൾ ഓഫ് ദ വ്യൂവേഴ്സ്. ബിക്കോസ് നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാമറ പോലും വാങ്ങിക്കാൻ പറ്റിയത്. കഴിഞ്ഞ തവണ നമ്മൾ ഒത്തിരി സാധനങ്ങൾ ബിഗ് ബോസ് കാരണം വാങ്ങിച്ചു. അപ്പോൾ ഇത്തവണ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയത് ഈ ഒരു ഹ്യൂജ് ബഡ്ജറ്റിലുള്ള ഈ ഒരു ക്യാമറ തന്നെയാണ്. ഇതിലെ വിശേഷങ്ങൾ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.